ഹായ് എവ്രി വൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രോബ്ലംസിൽ പോണതിന് മുന്നേ കുറച്ച് ഇക്വേഷൻസും കുറച്ച് കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് മോൾ കൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. മോൾ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയ ക്ലാസ്സിലൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു മോള് അല്ലെ, അപ്പൊ മോൾ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണക്കാക്കാനുള്ള ഒരു വഴിയാണ് മോൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോൾ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഈ സംഖ്യയെ നമ്മൾ അവഗാഡ്രോ നമ്പർ എന്നാണ് പറയാറ് അല്ലെ. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് നമ്മൾ ഒരു മോൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ഒരു മോളിന്റെ വോളിയം ആണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്ന ഈ 22.4 ലിറ്റർ കേട്ടോ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കാം, നമുക്ക് അറിയുന്നതാണ്, എന്നാലും ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ കൂടെ പഠിക്കാം. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യണം. അതായത് എത്ര ഗ്രാം ആണോ നമ്മൾ എടുക്കുന്നത്, ഓക്കെ, ആ മാസാണ് ഗിവൺ മാസ്. പിന്നെ നമ്മൾ ഏതൊരു എലമെന്റ് ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കോമ്പൗണ്ട് ആണ് എടുക്കുന്നത് അതിന്റെ മോളാർ മാസ്, അതായത് അതിന്റെ നമ്മളുടെ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അറ്റോമിക് മാസോ മോളാർ മാസോ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് വോളിയം വെച്ചിട്ടും ചെയ്യാം. അപ്പൊ വോളിയം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഗിവൺ വോളിയം, എത്ര വോളിയം ആണ് നമ്മൾ എടുത്തത് ഡിവൈഡഡ് ബൈ അതിന്റെ സ്റ്റാൻഡേർഡ് മോളാർ വോളിയം. അപ്പൊ അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ നോക്കാം. ഇപ്പോ 32 ഗ്രാം ഓക്സിജൻ, 32 ഗ്രാം ഓക്സിജൻ എന്ന് വിചാരിക്കാം. അപ്പൊ ഗിവൺ മാസ് എത്രയാണ്? 32. ഓക്സിജൻ ആറ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ ഓക്സിജൻ ആറ്റത്തിന്റെ മോളാർ മാസ് 16 ആണ് അല്ലെ. അപ്പൊ 32 ഗിവൺ മാസ് ബൈ അതിന്റെ അറ്റോമിക് മാസ് കേട്ടോ. മോളിക്കുൾ ആണെങ്കിൽ നമ്മൾ മോളാർ മാസ്, മോളിക്കുലാർ മാസ് എന്നൊക്കെ പറയും, ജനറലി അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആറ്റം ആണെങ്കിൽ അതിന്റെ ആറ്റോമിക് മാസ് എടുക്കും കേട്ടോ. ഓക്സിജന്റെ മാസ് എത്ര? ഒരു ഓക്സിജന്റെ മാസ് 16 കേട്ടോ. അപ്പൊ 32/16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, അപ്പൊ എത്ര വരാ? 2. ഓക്കെ, ഇനി നോക്കൂ, 32 ഗ്രാം O2 ആണെന്ന് വിചാരിക്കുക, ഓക്സിജൻ മോളിക്കുൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 32/32 ചെയ്യണം കണ്ടോ. അപ്പൊ ഒരു മോള്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വാട്ടർ ആണെന്ന് വിചാരിക്കാം, H2O കണ്ടോ. അപ്പൊ അതിന്റെ മോളാർ മാസ് കാണുക, ഇതാ 2 ഹൈഡ്രജൻ, 2 + 16 വിച്ച് ഇസ് ഈക്വൽ ടു 18 ഗ്രാം. ഈ രീതിയിൽ നമുക്ക് ഏതൊരു കോമ്പൗണ്ടിന്റെയും ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ എത്ര ഗ്രാം നമ്മൾ എടുക്കുന്നു അതാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ്. അതേപോലെ എത്ര വോളിയം നമ്മൾ എടുക്കുന്നു ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ വോളിയം. ഇതിൽ ഏതെങ്കിലും ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഈ 3 ടേംസ് എന്ന് പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നതാണ് ഈ ഒരു രീതിയിൽ. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് നോക്കാം നമുക്ക്. മൊളാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഡെഫിനേഷൻ വൈസും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാം എന്താണ് മൊളാരിറ്റി എന്നുള്ളത് കേട്ടോ. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ മൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? സൊല്യൂട്ടും ഉണ്ടാവും, അതേസമയം നമുക്ക് സോൾവെന്റും ഉണ്ടാവും. അത് രണ്ടും കൂടെ ചേർന്നതാണ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ ഏതാണോ സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ളത് അതാണ് നമ്മുടെ സൊല്യൂട്ട് കേട്ടോ. അപ്പൊ ഈ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് വേണ്ടത്. മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇനി ഒന്നിലധികം സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മൊളാരിറ്റിയും വോളിയവും കൂടെ ചേർത്തിട്ടുള്ള ഇക്വേഷൻ കൂടെ പഠിക്കാം. ഫസ്റ്റ് സൊല്യൂഷന്റെ മൊളാരിറ്റി ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു വേറെ സൊല്യൂഷന്റെ മൊളാരിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള നമ്മുടെ സൊല്യൂട്ടും സോൾവെന്റും ഒക്കെ സെയിം ആയിരിക്കണം. കോൺസെൻട്രേഷനും വോളിയവുമാണ് നമ്മൾ മാറ്റുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് മൊളാലിറ്റി നോക്കാം. മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്.
അപ്പോൾ മൊളാലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം കണക്കാക്കണം കേട്ടോ. ഇവിടെ വോളിയം നമ്മൾ ലിറ്ററിലാണ് എഴുതുന്നത്, അതേപോലെ ഇവിടെ മാസ് കിലോഗ്രാമിലാണ്. ഓക്കെ, ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ ഇപ്പോൾ ഒരു സൊല്യൂഷനിൽ നമ്മൾ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടെന്ന്, അപ്പൊ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം, സോൾവെന്റിന്റെയും കണ്ടുപിടിക്കാം. അപ്പൊ അതാണ് എ എന്ന് ഏതെങ്കിലും ഒരു കമ്പോണന്റ് കേട്ടോ. എ സാധാരണ സോൾവെന്റിനാണ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ജസ്റ്റ് എ എന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ എയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ചെയ്യണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും കൂടെ നമ്പർ ഓഫ് മോൾസ് കൂട്ടിയത്, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് കാണാതെ പഠിക്കാം. ഇനി നോക്കാം, അപ്പൊ അതാ ഡെഫിനിഷൻ വൈസ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 2 മോളാർ എന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി കേട്ടോ, മൊളാരിറ്റി. അപ്പൊ ഒരു 2 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത് ഡെഫിനിഷൻ വൈസ്? 2 മോളാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായ, 2 മോൾസ് 2 മോൾസ് ഉണ്ട് 1 ലിറ്റർ സൊല്യൂഷനിൽ നമ്മൾ എടുക്കുമ്പോൾ കേട്ടോ. അതാണ് ഈ 2 മോളാർ എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ മൊളാലിറ്റി ആണെങ്കിലും ഇപ്പൊ 2 മൊളാലിറ്റിക്ക് സ്മോൾ ലെറ്റർ എം ആണ് കേട്ടോ. അപ്പൊ മൊളാലിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം, 2 മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ് എന്ന് വേണം പറയാം കേട്ടോ. അപ്പൊ അത് അർത്ഥം മനസ്സിലാക്കിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കും. ഇപ്പൊ 2 മോളാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 മോൾസ് ഈക്വലൻ ടു 1, അതായത് 2 മോൾസ് ഇൻ 1 ലിറ്റർ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. 1 ലിറ്ററിൽ നമുക്ക് 2 മോൾസ് ഉണ്ടാവും. 2 മൊളാലിറ്റി ആണെങ്കിൽ 2 മോൾസ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് കേട്ടോ. 1 കിലോഗ്രാമിലാണ് മൊളാലിറ്റി പറയുന്നത്, ലിറ്ററിലാണ് മൊളാരിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, a solution of glucose in water is labeled as 10% W by W എന്ന് പറഞ്ഞാൽ weight by weight കേട്ടോ, മാസ്. If the density of solution is 1.2 gram per ml, what would be molality, mole fraction and molarity? ഓക്കെ, നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തത്. ജസ്റ്റ് നമ്മൾ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഫോർമുല പഠിക്കാം. ഓക്കെ, ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകുന്നില്ല. ബേസിക് ആയിട്ട് ജസ്റ്റ് ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമ്മൾ സൊല്യൂട്ടും സോൾവെന്റും ഐഡന്റിഫൈ ചെയ്യണം, അതേപോലെ അതിന്റെ മോളാർ മാസും കൂടെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ആണ്. അപ്പൊ ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂട്ട് ആരാണ്? ഗ്ലൂക്കോസ് ആണ്. സോൾവെന്റ് ആരാണ്? വാട്ടർ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, 10% എന്ന് പറഞ്ഞിട്ട്, അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും 100ലാണ് കണക്കാക്കേണ്ടത്. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ, അതായത് 100ൽ 10 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ബാക്കി 90 ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കാം. ഇനി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താ? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് 180 ആണ്. വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് C6H12O6 ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ അതിന്റെ മാസ് കണക്ക് കൂട്ടുന്നതാണ് 180 ഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് മോളാർ മാസ് ആണ് കേട്ടോ, മോളാർ മാസ് ആണ് ഗ്ലൂക്കോസിന്റെ വാട്ടറിന്റെ. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞു. എന്താ നമ്പർ ഓഫ് മോൾസ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇപ്പൊ ഇവിടുത്തെ ഗ്ലൂക്കോസിന്റെ മാസ് 10 ബൈ 180 ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ വാട്ടറിന്റെയും ചെയ്യാം. വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ വാട്ടറിന്റെ ഗിവൺ മാസ് എത്രയാണ്? 90 ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് 18, അപ്പൊ 5. അപ്പൊ രണ്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ജസ്റ്റ് ഗിവൺ മാസ് എടുക്കുക, അതിന്റെ മോളാർ മാസ് എടുക്കുക, ഹരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിന്റും കൂടെ അതിനകത്ത് തന്നിട്ടുള്ളത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഈ ഡെൻസിറ്റി തന്നതിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷന്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ 1.2 ഗ്രാം പെർ ml എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. അപ്പൊ വോളിയം എന്താണ്? മാസ് ബൈ ഡെൻസിറ്റി. അപ്പൊ മാസ് എന്ന് പറയുന്നത്, മാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സൊല്യൂഷന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 10 + 90 100 കേട്ടോ, അത് ഓർക്കാം. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ് വരിക? ടോട്ടൽ മാസ് എന്ന് പറയുന്നത് നമ്മൾ 100 ഗ്രാം എന്നിങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, അത് ശ്രദ്ധിക്കാം. പിന്നെ മാസ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ ഇത് ml ആണ് കിട്ടുക. അതിനെ ലിറ്ററിലേക്ക് ആക്കുക, കാരണം മൊളാരിറ്റിയിൽ നമുക്ക് വോളിയം ലിറ്ററിലാണ് വേണ്ടത്. അപ്പൊ അതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് ലിറ്ററിലേക്ക് ആക്കുക. ഇനി നമ്മൾ മൊളാരിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം, നമുക്ക് ഇതാ മൊളാരിറ്റി കിട്ടി. ഓക്കെ,
സിമ്പിൾ ആണ്. നമ്മൾ ഈ പെർസെൻറ്റേജ് തരുമ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നോക്കി പഠിക്കുകയുണ്ട്. ഓക്കെ, ഫോർമുല കാണാതെ പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇനി നോക്കൂ, മൊളാലിറ്റി നോക്കുകയാണെങ്കിൽ മൊളാലിറ്റിയിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വേണം. അത് നമ്മൾ എടുത്തു. സൊല്യൂട്ട് ഗ്ലൂക്കോസിന്റെ നമ്പർ ഓഫ് മോൾസ് എടുത്തു, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. സോൾവെന്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാ? വാട്ടർ ആണ് കേട്ടോ. അപ്പൊ വാട്ടറിന്റെ മാസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 90 ഗ്രാം ആണ്. 90 ഗ്രാമിന് നമ്മൾ ബൈ 1000 ചെയ്തിട്ട് കിലോഗ്രാമിൽ കേൾക്കാം 0.09. ഓക്കെ, അപ്പൊ അതാ നമുക്ക് മൊളാലിറ്റി കിട്ടി, മൊളാലിറ്റിയും കിട്ടി, മൊളാലിറ്റിയും കിട്ടി. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ നോക്കാം. മോൾ ഫ്രാക്ഷൻ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വേണം കണ്ടോ. അത് നമ്മൾ വാട്ടറിന്റെയും ഗ്ലൂക്കോസിന്റെയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷൻ കിട്ടി. ഓക്കെ, ഈ മോൾ ഫ്രാക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും കൂടെ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. ഫ്രാക്ഷൻ അല്ലേ കേട്ടോ. അപ്പൊ എക്സ് എ എന്ന് പറയുന്നതിന്റെ മോൾ ഫ്രാക്ഷനും അടുത്ത കമ്പോണന്റ് ആയ ബിയുടെ മോൾ ഫ്രാക്ഷനും കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് കിട്ടുക? 1 ആണ് കിട്ടുക കേട്ടോ. അപ്പോൾ രണ്ട് കമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പൊ ഒരാളുടെ തന്നിട്ട് അല്ലെങ്കിൽ ഒരാളുടെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ കാണാനായിട്ട് 1 മൈനസ് ചെയ്താൽ മതി. അപ്പൊ അതാ ഗ്ലൂക്കോസിന്റെയും വാട്ടറിന്റെയും രണ്ടിന്റെയും നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടി കണ്ടോ. അപ്പൊ മോൾ ഫ്രാക്ഷനും മൊളാലിറ്റി നമ്മൾ ഫോർമുലയും പഠിച്ചു, ജസ്റ്റ് ഒരു കണക്ക് ചെയ്യാനും പഠിച്ചു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 10% എന്നുള്ള കാര്യം മാത്രം നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 10% എന്ന് പറയുന്നത് മാസ് ആണ്. ഓക്കെ, അപ്പൊ 100 ആയിരിക്കും ടോട്ടൽ സൊല്യൂഷന്റെ മാസ്, 100 ഗ്രാം ആയിരിക്കും. അതിൽ നിന്ന് 10 ഗ്ലൂക്കോസും 90 ഗ്രാംസ് വാട്ടർ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Second one, calculate the molarity of 30 ml of 0.5 molar H2SO4 diluted to 500 ml. കണ്ടോ, ഇവിടെ നമ്മൾ രണ്ട് കേസസ് പറയുന്നുണ്ട്. മൊളാരിറ്റി ഓഫ് 30 ml 0.5 മോളാർ H2SO4 ഡൈല്യൂട്ടഡ് ടു 500 ml. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. 30 ml സൊല്യൂഷൻ ഉണ്ട് 0.5 മോളാറിൽ. അപ്പൊ നമുക്ക് ഒരു മൊളാരിറ്റിയും ഒരു വോളിയവും തന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ തന്നിരിക്കുന്ന നമ്മൾ M1V1 എടുക്കാം. ഒരു മൊളാരിറ്റിയും ഒരു വോളിയവും തന്നിട്ടുണ്ട്. എന്നിട്ട് അതേ സൊല്യൂഷനെ തന്നെ ഡൈല്യൂട്ട് ചെയ്യണം. അതായത് 30 ml എന്നുള്ളത് എത്രയാക്കി ഡൈല്യൂട്ട് ചെയ്യാണ്? കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 500 ml ആക്കി ഡൈല്യൂട്ട് ചെയ്യാണ് കണ്ടോ. അപ്പൊ നമുക്ക് M1V1 ഈക്വൽ ടു M2V2 വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടോ, രണ്ട് മൊളാരിറ്റി അല്ലെങ്കിൽ രണ്ട് വോളിയം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നോക്കൂ, തന്നിട്ടുള്ള നമ്മൾ M1V1 എടുത്തു. പിന്നെ നമുക്ക് വോളിയം ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള പുതിയ വോളിയം എത്രയാണ്? 500. അതിന്റെ മൊളാരിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ M2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ M2 is equal to M1V1 by V2. അതാ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. M1V1 is equal to M2V2. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയയുടെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. 10H2CuNH2 റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 കിലോഗ്രാം ഓഫ് 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ എന്ന് തന്നിട്ടുണ്ട്. 0.25 മോളാൽ എന്ന് പറയുമ്പോൾ മൊളാലിറ്റി. അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ ആലോചിക്കുക. എന്തായിരുന്നു മൊളാലിറ്റി എന്ന് പറയുന്നത്? ഇത്ര മോൾസ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്, അതാണ് മൊളാലിറ്റി. അപ്പൊ ഇവിടെ നോക്കുക, അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോൾവെന്റ് ആരായിരിക്കും? വാട്ടർ. അപ്പോ 0.25 മോൾസ് യൂറിയ ഉണ്ടാവും 1 കിലോഗ്രാം വാട്ടറിൽ. യൂറിയ ആണ് നമ്മുടെ സൊല്യൂട്ട്. അപ്പൊ 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 0.25 മോൾസ് ഓഫ് യൂറിയ ഇൻ 1 കിലോഗ്രാം വാട്ടർ. ഓക്കെ, ഇനി യൂറിയയുടെ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് യൂറിയയുടെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. NH2CuNH2. അപ്പൊ നൈട്രജന്റെ മാസ് 14, ഹൈഡ്രജന്റെ 1, കാർബണിന്റെ 12, ഓക്സിജന്റെ 16, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 60 ഗ്രാംസ് എന്ന് കിട്ടും മോളാർ മാസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കണം, നമുക്ക് മോളാർ മാസും തന്നിട്ടുണ്ട്, അതേപോലെ നമ്പർ ഓഫ് മോൾസും നമ്മളിപ്പോ മനസ്സിലാക്കി. 0.25 ആണ് നമ്പർ ഓഫ് മോൾസ്. മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നമുക്ക് ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പൊ ഗിവൺ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്.
അപ്പൊ നോക്കൂ 0.25 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് ഗിവൺ മാസ് കിട്ടും. അപ്പൊ 15 ഗ്രാം യൂറിയ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 15 ഗ്രാം യൂറിയ എടുത്ത് ഒരു 0.25 മൊളാൽ സൊല്യൂഷൻ ഉണ്ടാക്കി. എത്ര കിലോഗ്രാം? 2.5 കിലോഗ്രാം. അപ്പൊ ഇവിടെ സൊല്യൂഷന്റെ മാസ് നോക്കാം, ടോട്ടൽ മാസ്. അതായത് നമ്മൾ പറഞ്ഞത് ഇപ്പോ 1000 ഗ്രാം വാട്ടർ, 1000 ഗ്രാം വാട്ടറിൽ 0.25 മോൾസ്, അതായത് 1000 ഗ്രാമിന് 15 ഗ്രാം. അപ്പൊ ടോട്ടൽ മാസ് എത്രയായിരിക്കും? 1015 ഗ്രാം. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ കിലോഗ്രാമിലാക്കി 1.015 കിലോഗ്രാം. അപ്പൊ നമുക്ക് കിട്ടി 1.015 കിലോഗ്രാം ഓഫ് സൊല്യൂഷനില് 15 ഗ്രാം യൂറിയ ആണ് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാമിൽ എത്ര യൂറിയ നമുക്ക് വേണം? അതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15 ഇൻറ്റു 2.5 ഹോൾ ഡിവൈഡഡ് ബൈ 1.015 ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം റൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് കേട്ടോ, 37 ഗ്രാം കിട്ടും. 69.9 സംതിങ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. റൗണ്ട് ചെയ്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ. 0.25 മോളാൽ എന്ന് പറയുന്നത് 0.25 മോൾസ് ഇൻ 1 കിലോഗ്രാം വാട്ടർ. ബാക്കിയൊക്കെ നമ്മുടെ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് വൺ, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഇതിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബെൻസീൻ ഇൻ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ബെൻസീൻ ആണ് സൊല്യൂട്ട്, CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് ഇവിടുത്തെ സോൾവെന്റ്. അപ്പൊ 30% ബൈ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 30 ഗ്രാം ബെൻസീനും ബാക്കി 100-ല് 70 ഗ്രാം CCl4. അപ്പൊ രണ്ടിന്റെ നമുക്ക് മാസ് കിട്ടി, ഗിവൺ മാസ് കിട്ടി. ഇനി നമ്മൾ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബെൻസീന്റെ ഫോർമുല എന്താ വരിക? ബെൻസീന്റെ ഫോർമുല C6H6 ആണ് കേട്ടോ, C6H6. അപ്പൊ അത് വെച്ചിട്ട് ബെൻസീന്റെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 78, കാർബൺ 12, 12 ഇൻറ്റു 6 പ്ലസ് 6, അപ്പൊ 78 കിട്ടും. ഇതേപോലെ തന്നെ CCl4ന്റെ മാസ് കാണാം. ക്ലോറിന്റെ 35.5 ഇൻറ്റു 4 പ്ലസ് 12, അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് 154 കിട്ടും. അപ്പൊ നമുക്ക് മോളാർ മാസും കിട്ടി, ഗിവൺ മാസും കിട്ടി. ഇനി നമുക്ക് രണ്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസിനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ് കണ്ടോ. 30/78, 70/154. അപ്പോ ബെൻസീന്റെയും CCl4 രണ്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കാണണമെങ്കിൽ ബെൻസീന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ രണ്ടും കൂടെ കൂട്ടിയത്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ കിട്ടി. ഇനി കാർബൺ ടെട്രാക്ലോറൈഡിന്റെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 മൈനസ് 0.458 ചെയ്താൽ മതി കേട്ടോ. 1 മൈനസ് ചെയ്താൽ മതി, 1 കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എല്ലാം കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെന്റ് മോഡ്സ് ആണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് വേറെയും ചില മെത്തേഡുകൾ ഉണ്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അതാണ് മാസ് പെർസെന്റ്, വോളിയം പെർസെന്റ്, പാർട്സ് പെർ ബില്യൺ, നോർമാലിറ്റി. ഈ രീതിയിലെല്ലാം നമുക്ക് കോൺസെൻട്രേഷൻ പറയാൻ പറ്റും. നോർമാലിറ്റിയിൽ പറയാം. പാർട്സ് പെർ ബില്യൺ എന്ന് പറയുന്നത് ബില്യണിൽ എത്ര എന്നുള്ള കണക്കാണ്, 10⁶ കണക്കാണ്. വോളിയം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മാസ് പെർസെന്റേജ് നമ്മൾ പറഞ്ഞില്ലേ, 10% എന്ന് പറഞ്ഞാൽ 100-ല് 10. അതേപോലെ നമുക്ക് വോളിയം പെർസെന്റും പറയാം കേട്ടോ, 100-ല് ഇത്ര, ആ രീതിയിലും പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും ആണ് മെയിൻ ആയിട്ട് പ്രോബ്ലംസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസിൽ മൊളാരിറ്റി ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മോഡ് കേട്ടോ. അപ്പൊ ആ പോയിന്റ് പഠിച്ചിരിക്കുക. അപ്പൊ മൊളാരിറ്റി ഈസ് ദ വൺ വിച്ച് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ മൊളാരിറ്റിയിലാണ് ആ ഒരു വോളിയത്തിന്റെ ഒരു ഡിപ്പെൻഡൻസി വരുന്നത്. വോളിയം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് മൊളാരിറ്റിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ബാക്കി ആരും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദീസ് ആർ ഓൾ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ആ പോയിന്റും കൂടെ ഒന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.